ഡിവൈഎഫ്ഐ എസ്എഫ്ഐ നേതാവും സിപിഎം കുഴൽമന്നം മുൻ ഓഫീസ് സെക്രട്ടറിയും ബ്രാഞ്ച് മെമ്പറുമായ എം ലെനിൻ ബിജെപിയിൽ ചേർന്നു. ബിജെപി ജില്ലാ ഓഫീസിൽ വെച്ച ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ.എം. ഹരിദാസിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. എസ്എഫ്ഐ കുഴൽമന്നം മുൻ ഏരിയ സെക്രട്ടറി, എസ്എഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം, ഡിവൈഎഫ്ഐ മഞ്ഞളൂർ മേഖലാ സെക്രട്ടറി, ഡിവൈഎഫ്ഐ മഞ്ഞളൂർ ബ്ലോക്ക് സെക്രട്ടറി, ദേശാഭിമാനി ലേഖകൻ എന്നീ മേഖലകളിൽ ലെനിൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയിലെ അടിച്ചമർത്തലും ഏകാധിപത്യ പ്രവണതയുമാണ് പാർട്ടി വിടാനുള്ള കാരണം. രാജ്യത്തെ രക്ഷിക്കാൻ മോദിയുടെ നേതൃത്വത്തിനും ബിജെപിക്ക് കഴിയൂവെന്നും ലെനിൻ പറഞ്ഞു. ധാർഷ്ട്യം അതാണ് അങ്ങനെ തന്നെ പറയുന്നത്. കാരണം ഏരിയ ലോക്കൽ നേതാക്കളുടെ അവരുടെ ധാർഷ്ട്യത്തിന് മുന്നാണ് ഈ മനമെടുത്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വരുന്നത്. പാർട്ടിക്കകത്തുള്ള പാർട്ടി എന്നുള്ള ഒരു തത്വമുണ്ട്. ആ പാർട്ടി തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തനം പോവുകയാണെങ്കിൽ എല്ലാ പാർട്ടികളും കറക്റ്റാണ്. പക്ഷെ അങ്ങനെയല്ല. ആ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത കത്തി നിൽക്കുന്ന കുഴൽമന്നം ഏരിയയിലെ മഞ്ഞളൂർ ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ മഞ്ഞളൂർ ഏരിയ കമ്മിറ്റിയും പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പാർട്ടിയുടെ കുഴൽമന്നം ഏരിയ സമ്മേളനം ഈ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുങ്ങോട്ടുശ്ശേരിയിൽ വെച്ച് സുരേഷ് ബാബുമായിട്ട് ഇന്നിപ്പോ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ആ ദിവസം തന്നെ ഞാൻ തീരുമാനിക്കുന്നത് യുവാക്കൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭാവിയും അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബികോം കഴിഞ്ഞിട്ടുള്ള ആളാണ്. അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കും സാധാരണ ജനങ്ങൾക്കും ഒരുപാട് പദ്ധതികൾ ശ്രീ മോദിജി ഫലവത്തായി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ ജനങ്ങളിലേക്ക് എത്തി ആ ജനങ്ങളിലേക്ക് അറിയിക്കാൻ കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടില്ല, തയ്യാറായിട്ടില്ല. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ലെനിനെ ഷാൾ അണിയിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ, ബിജെപി മണ്ഡലം ജില്ലാ ഭാരവാഹികളും പങ്കെടുത്തു.